നമസ്കാരം. ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ 2025 ഫെബ്രുവരി 21 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജ്യോതിശാസ്ത്രപ്രകാരം വളരെയധികം മാറ്റങ്ങളുണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ ഉറപ്പായും അതിശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ പറയുന്ന 13 നക്ഷത്ര ജാതകർക്കും വലിയ തോതിലുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളൊക്കെ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെയധികം ശോഭനീയമായ ഭാവി കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഈ 13 നക്ഷത്ര ജാതകർക്കും വളരെയേറെ അനുകൂലവും ആയിട്ടുള്ള സമയങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. പ്രവർത്തന മണ്ഡലങ്ങളിലെ പ്രതിസന്ധികളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഭാവി കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് നിങ്ങൾ ചാർത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുവാനും ഗുണകരമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഈ ജ്യോതിഷ പ്രവചനം തെറ്റുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരും സമയങ്ങളിൽ വളരെയധികം ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടാൻ പോകുന്നത്. എന്തു തന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെ എന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളെ ഏത് ദിവസമാണ് പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആഗ്രഹങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ സർവേഷൻ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുന്ന സമയമൊക്കെയാണ്. ഈ പൂജ കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ പൂജയിൽ പങ്കുചേരുക. ജീവിതത്തിൽ വളരെയധികം നേട്ടവും ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. 2025 ഫെബ്രുവരി 21 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജ്യോതിശാസ്ത്രപ്രകാരം വളരെയേറെ മാറ്റവും നേട്ടവും ഉണ്ടാകുന്നതായിരിക്കും. അതിൽ ഭാഗ്യ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രം തന്നെയാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ പ്രയാസ കാലഘട്ടങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്നതായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതാണെങ്കിൽ അത് ചെയ്യുക. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടൊക്കെ നിങ്ങൾ നടത്തുക. അതുപോലെ തന്നെ അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. സ്വപ്നം കണ്ടതെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾ ഉറപ്പായും ഈശ്വരനെ അതിശക്തമായി പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങളിൽ പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നമ്മൾ ഈശ്വരനെ അർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഏതു പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് 100% വിജയം കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ കടക്കണിയിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് നല്ല വഴികൾ കൊണ്ടുവരുന്നതായിരിക്കും. ശരിയായ വഴിയിലൂടെ നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ ഉറപ്പായും തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ മുമ്പിൽ സർവ്വതും അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വലിയ നേട്ടവും വലിയ ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും കഴിയുന്ന സമയമൊക്കെയാണ്. എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിക്കുവാനും വാഴുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്ന സമയമൊക്കെയാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ സമ്പന്നമായിട്ടുള്ള സമയമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം ഈ സമയങ്ങൾ കൽപ്പിക്കപ്പെടുന്നത്. ജ്യോതിശാസ്ത്രപ്രകാരം നിങ്ങൾക്ക് വലിയ ഉയർച്ചയുടെ സമയമാണ്. തൊഴിൽ മേഖലയിൽ പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും. വ്യാപാര രംഗത്ത് ഉയർച്ചയും ഉന്നതികളും കിട്ടുന്നതായിരിക്കും. എല്ലാവിധമായ മേഖലകളിലും ശോഭിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ തെളിഞ്ഞു കിട്ടുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ്. സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ വളരെ മികച്ച ഒരു സമയത്തിലൂടെയാണ് മകീരം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതും
സ്വപ്നം കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. ഈ സമയം വാഹന യോഗങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായി പ്രാർത്ഥിക്കുക. നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ബിസിനസ് രംഗങ്ങളിലെ പ്രതിസന്ധിയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുന്നതും പുതിയ നിക്ഷേപങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് സംരംഭങ്ങളിൽ നിൽക്കുന്നവർക്ക് വളരെയേറെ മികച്ച സമയമാണ്. നിങ്ങൾ ദുർഗാക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് ദുർഗാദേവിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഈ തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും. നല്ല തൊഴിൽ ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള പരാജയങ്ങളൊക്കെ മാറുന്ന സമയമാണ്. നിങ്ങൾക്ക് മുമ്പിൽ നല്ല വഴികളൊക്കെ തുറന്നു കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ ഈശ്വരൻ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് നല്ല വഴികൾ കാട്ടിത്തരുന്നതായിരിക്കും. നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധിയൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ സർവേഷൻ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർക്ക് കടബാധ്യതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും മാറിക്കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ട് കാണപ്പെടുന്ന സമയമാണ്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. കുടുംബ ദേവീ ദേവന്മാർ നിങ്ങൾക്ക് തുണയായിട്ടുണ്ടാകുന്നതായിരിക്കും. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. ഈ പൂയം നക്ഷത്ര ജാതകർക്ക് അതിസമ്പന്ന യോഗമാണ് കാണപ്പെടുന്നത്. ഈശ്വരവിശ്വാസത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ വരുവാനും കാണപ്പെടുന്നൊരു സമയമാണ്. വലിയ തോതിലുള്ള സമ്പത്ത് കൈയാളുവാനുള്ള ഭാഗ്യയോഗങ്ങൾ പൂയം നക്ഷത്ര ജാതകർക്ക് കാണപ്പെടുന്നുണ്ട്. ഊഹക്കച്ചവടങ്ങളിലൊക്കെ വലിയ ധനങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ബിസിനസ് സംരംഭങ്ങളിൽ വിജയിക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ നിങ്ങൾക്ക് മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഉറച്ച വിശ്വാസത്തോടു കൂടി ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ഈ ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദോഷ കാലഘട്ടങ്ങളൊക്കെ അകന്നു നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ ശത്രുവിന് മേൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. പ്രയാസ കാലഘട്ടങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ഉയർച്ചയുടെയും ഉന്നതിയുടെയും കാര്യവിജയത്തിൻ്റെയും സമയമാണ്. ധാരാളം പണം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളുണ്ടാകും. പുതിയ വീട് മേടിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വാഹനം മാറ്റി മേടിക്കുവാനുള്ള സമയമാണ്. എല്ലാവിധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ ഗുണകരമായിട്ട് കാണപ്പെടുന്ന സമയമാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക. അഹങ്കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറ്റി നിർത്തി ഈശ്വരനിൽ അർപ്പിച്ച് ഈശ്വരനെ അടിമപ്പെട്ട് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാവുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ വലിയ വഴികൾ കാട്ടിത്തരുന്നതായിരിക്കും. നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും സമാധാനം നിറഞ്ഞ കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഈ ചിത്ര നക്ഷത്രത്തെക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കഴിഞ്ഞുപോയ സമയങ്ങൾ വളരെയധികം ദുഃഖിതരായിട്ടുള്ളവരാണ്. കുടുംബത്തിൽ കടബാധ്യതയും പ്രശ്നങ്ങളും ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആ കാലഘട്ടങ്ങൾ മാറി സങ്കടത്തിൻ്റെയും പ്രതിസന്ധികളുടെയും പ്രയാസത്തിൻ്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയൊക്കെ കാലം നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നു. 2025 ഫെബ്രുവരി 21 കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന സമയമാണ്. ധാരാളം പണം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. ഊഹക്കച്ചവടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കുവാൻ കഴിയും. ലോട്ടറിക്ക് അടിക്കുവാനുള്ള ഭാഗ്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. മനസ്സിലെ വിഷമതകളൊക്കെ മാറ്റി നിർത്തി ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ദിനവും രാവിലെ ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. ഉറപ്പായും ഈശ്വരൻ അർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കില്ല. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ചോതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസവും ദുരിതവും സങ്കടങ്ങളെല്ലാം അവസാനിച്ചു. ഇനി അങ്ങോട്ട് ധനാഭിവൃദ്ധിയുടെ സമയമാണ്. എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ശോഭിക്കുവാൻ കഴിയുന്നതായിരിക്കും. ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരും ഉറപ്പായും അതിശക്തമായി ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് നല്ല വഴികൾ കാട്ടിത്തരുന്ന സമയമാണ്. ദുരിത കാലഘട്ടങ്ങളും പ്രയാസവും പ്രതിസന്ധികളും നിറഞ്ഞ സമയം നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് പ്രതീക്ഷയുടെയും ഉയർച്ചയുടെയും സമയമാണ്. ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ്.
സമ്പത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ഉറപ്പായും ഈശ്വരനെ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് ഒത്തിരി വഴികൾ കാട്ടിത്തരുന്നതായിരിക്കും. ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റവും നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടായി കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. അവിട്ടം നക്ഷത്ര ജാതകർക്കും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറുന്നതായിരിക്കും. സമ്പൂർണ്ണ വിജയങ്ങൾ ഉണ്ടായി കിട്ടുന്നൊരു സമയമാണ്. ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വലിയ പരാജയങ്ങളിൽ നിന്നും വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും. ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ശത്രുക്കളുമേൽ വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. മനസ്സിന് വളരെയധികം സന്തോഷങ്ങൾ കൈവരിക്കുവാനും കുടുംബത്ത് സമാധാനം നിലനിർത്തുവാനും കഴിയുന്ന കാലഘട്ടമൊക്കെയാണ്. ഉറപ്പായും ഈശ്വരനെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടവും ഒത്തിരി വിജയങ്ങളും കൊണ്ടുവരുവാൻ തയ്യാറാവുന്നതായിരിക്കും. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ് ചതയം നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിലെ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ധനലാഭവും ധനാഭിവൃദ്ധിയും ഉണ്ടാകുന്നതായിരിക്കും. പുതിയ ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾക്കിനി അങ്ങോട്ട് നല്ല സമയം തുടങ്ങുകയാണ്. എല്ലാവിധമായ ഭാഗ്യവും നിങ്ങൾക്ക് കുടുംബത്തിൽ വന്നു ചേരുന്ന സമയമൊക്കെയാണ്. ഈശ്വരൻ അർപ്പിച്ച് പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ഉന്നതികളും കൊണ്ടുവരുന്നത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. വളരെയേറെ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറി കാര്യവിജയത്തിൻ്റെയും ഉയർച്ചയുടെയും ഉന്നതിയുടെയും സമയമാണ് നിങ്ങൾക്കിനി അങ്ങോട്ടുള്ള സമയങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ശക്തമായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പരാജയം സംഭവിക്കില്ല. എല്ലാ രീതിയിലുള്ള വിജയങ്ങളും ഇവിടെ പറഞ്ഞിട്ടുള്ള 13 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വന്നു ചേരുവാൻ ഭാഗ്യം കിട്ടുന്ന സമയമാണ്. എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിത വിജയത്താലും നിങ്ങൾക്ക് വാഴുവാനുള്ള സമയമാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും.